ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ്. ഞാൻ തലേ ദിവസം തന്നെ ദോശയ്ക്ക് വേണ്ട ഉഴുന്നും കടലക്കറിക്ക് വേണ്ട കടലയും ഒക്കെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. ഇത് സപ്ലൈകോയുടെ ഒരു പ്രൊമോഷനൊന്നുമല്ല. ആത്മാർത്ഥമായിട്ട് ഒരു റിവ്യൂ പറയണമെന്ന് തോന്നി. എത്രയോ വർഷങ്ങളായിട്ട് സപ്ലൈകോയിൽ നിന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്ന് വരെയും എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, നല്ല നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെ ഞാൻ തിരിച്ചും പറയാറുണ്ട്. സപ്ലൈകോയിലെ ഒരു സാധനവും എനിക്ക് ഇന്ന് വരെയും മോശമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. കടലയാവട്ടെ ഉഴുന്നാവട്ടെ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ സപ്ലൈകോയിലെ ഉഴുന്നും അരിയും ഒക്കെ വാങ്ങിച്ച് തലേദിവസം ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരാറുണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ ദോശയും ഇഡലിയും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. കടലക്കറി ആണെങ്കിലും അതുപോലെ തന്നെ. ഞാൻ സപ്ലൈകോയിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കടല വെള്ളക്കടലയും കറുത്ത കടലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വെള്ളക്കടലയാണ് ഉപയോഗിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല, കൂടാതെ അവരുടെ തന്നെ വറ്റൽമുളക്. അതിന് പ്രത്യേകം ഒന്ന് എടുത്തു പറയണം, നമുക്ക് എരിയുള്ള മുളക് കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് അത് സപ്ലൈകോയിൽ നിന്ന് കിട്ടും. പിന്നെ അവരുടെ സർവീസ് അത് സൂപ്പറാണ്.